കുറേ ആൾക്കാർക്ക് ഭയങ്കര കുറവുള്ള ആൾക്കാർ ഭയങ്കര സക്സസ് ആയി. കാരണം ഞാനിത് ഈ പേരും പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. കാരണം നീ വാടാ എന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ആരും എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ വരില്ല. ഞാൻ തന്നെ എനിക്ക് വേണ്ടി മെനക്കിട്ട് ഇറങ്ങി വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കാര്യം റിയലൈസ് ചെയ്തു. ഞാൻ അന്ന് എഴുതിയത് ലൈക്ക് ഓം നമഃ ശിവായ, പിന്നെ ബിഗ് ബോസിന് എഴുതിയിട്ടുണ്ട്. ഞാൻ അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, സീരിയസ്ലി എഴുതി ഓം നമഃ ശിവായ എഴുതി ഒരു 10 തവണ എഴുതും. അപ്പുറത്തെ ബിഗ് ബോസിന് എഴുതും. എനിക്കറിയില്ല എന്തിനാ അങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. ചെറിയ മസിൽ ഡെവലപ്പ് ചെയ്യാൻ എഴുതി പഠിക്കണം. പിന്നെ ചെറിയ എക്സസൈസ് ചെയ്യണം. ഇങ്ങനെ വിഷു എപ്പിസോഡിന് ലാൽ സാറ് വരുന്നൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഹൗസിനുള്ളിൽ വരും. അപ്പോൾ എനിക്ക് പനിയായിരുന്ന സമയത്ത്. അപ്പോൾ ലാൽ സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഇവിടെ ചോദിച്ചു, പനി പറഞ്ഞോ ചോദിച്ചു. എൻ്റെ ദേഹത്ത് തൊട്ടിട്ട് ഇവിടെ പനി പറഞ്ഞോ ചോദിക്കുമ്പോഴത്തേന് ഞാൻ ലിറ്ററലി ഒരുക്കിപ്പോയി. അപ്പോൾ ഞാൻ എന്നാൽ പത്രത്തിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് ഒരു ഓഫീസിൽ പോയിട്ട് എൻ്റെ ഫോട്ടോ ഞാനിത് കോട്ടയത്തൊരു പയ്യന് മിസ്റ്റർ കേരള കിട്ടി, നിങ്ങൾ ന്യൂസ് ഇടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു അപ്പം ഞാൻ കണ്ടു ആ ടൈമിൽ എനിക്ക് ഡിപ്രഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ആ സമയത്ത്. കാരണം വാട്സപ്പിൽ ഫോട്ടോ മാറ്റുക അല്ലെങ്കിൽ കരയുന്ന ഇമോജി ഇടുന്നത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ഒരു 4 to 5 months. കാരണം ആ ഒരു ഇമോഷൻ സ്റ്റേജ് ഭയങ്കര വിയേർഡാണ്. എല്ലാവരും സെൻറ്റിമെൻറ്റ്സ് നോക്കുന്നു. പക്ഷേ എനിക്ക് തമാശ കാണുമ്പോൾ ചിരിക്കാം, കോമഡി കാണാൻ പറ്റുന്നു, ചിരിക്കാൻ പറ്റുന്നില്ല, കരയാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു ലൈഫ് നിർത്താം. നമ്മുടെ അടുത്തൊരു മീനച്ചിലാറുണ്ട്, അവിടെ പോയി ഇരുന്നിട്ട് വിചാരിച്ച് നിർത്തിയേക്കാം. കാരണം എനിക്കിൻ്റെ ഫ്യൂച്ചർ നോക്കി പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ഇൻസെക്യൂറായിട്ട് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ വിചാരിച്ച് ഞാൻ പോയി കഴിഞ്ഞാൽ മമ്മിക്കും പപ്പയ്ക്ക് ആരുണ്ടെന്നുള്ള തോട്ട് കാരണം മാത്രം തിരിച്ചു വന്ന് പിന്നെ കുറച്ച് ദിവസം ഇരുന്നിട്ട് പിന്നെ എൻ്റെ മെൻ്റലി ഞാൻ മനസ്സിലാക്കി എൻ്റെ ഡിസീസ് എന്താ, സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ട്, യൂറോപ്യൻസ് എല്ലാവരും ഗ്രൂപ്പുണ്ട്, കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി. കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ഇന്ത്യയിൽ കുറവാണെങ്കിലും യൂറോപ്പിൽ ജപ്പാനിലൊക്കെ കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, എന്താണ് വേണ്ടത്. അപ്പം ലൈക്ക് ചെറിയ മസിൽസിന് വേണ്ടി അപ്പം ഞാൻ എഴുതാൻ തുടങ്ങി. ഞാൻ അന്ന് എഴുതിയത് ലൈക്ക് ഓം നമഃ ശിവായ, പിന്നെ ബിഗ് ബോസിന് എഴുതിയിട്ടുണ്ട്. ഞാൻ അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, സീരിയസ്ലി എഴുതി ഓം നമഃ ശിവായ എഴുതി ഒരു 10 തവണ എഴുതും. അപ്പുറത്തെ ബിഗ് ബോസിന് എഴുതും. എനിക്കറിയില്ല എന്തിനാ അങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. ചെറിയ മസിൽ ഡെവലപ്പ് ചെയ്യാൻ എഴുതി പഠിക്കണം. പിന്നെ ചെറിയ എക്സസൈസ് ചെയ്യണം. ഇങ്ങനെ പിന്നെ ഞാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, നാച്ചുറൽ മുട്ടയാണെങ്കിലും എല്ലാ കാര്യങ്ങളും കഴിക്കാൻ തുടങ്ങി. പതിയെ എൻ്റെ മെൻ്റൽ സ്റ്റേജ് എനിക്കിത് ഓക്കെ ആവുമെന്ന് മനസ്സിലായി. ഞാൻ കൂടുതൽ ഹാപ്പി ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്കിത് ബോധരാവില്ലെന്ന് പറഞ്ഞ് മനസ്സിലായി. അന്ന് ഞാൻ ഫുൾ സ്ലീവും ഒക്കെ എടുത്തുള്ളൂ. ഇപ്പം ഇൻസെക്യൂർ, പക്ഷേ സ്റ്റിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് റീസൺ പിന്നെ തിരിച്ച് ഞാൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങി. കോളേജിൽ ഇപ്പോൾ എന്താ ലീവ് എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വൈറൽ ഫീവർ ആയിരുന്നു, ഡെങ്കു ആയിട്ട് കുറച്ച് നാൾ ലീവ് എടുത്താന്ന് പറഞ്ഞു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു. ഇത് ആരും പറഞ്ഞിട്ടില്ല. പപ്പായ്ക്കും അമ്മയ്ക്കില്ല, കുറച്ച് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനുള്ളത് വേറെ അവർക്ക് അറിയില്ല. അങ്ങനെ ഞാൻ തന്നെ എന്നെ പഠിച്ചു, സ്റ്റഡി ചെയ്തു. പിന്നെ തിരിച്ച് ഞാൻ ജിമ്മിൽ റീജോയിൻ ചെയ്തു. പിന്നെ ഞാൻ പോയി തുടങ്ങി. ഈ ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ, അവിടെ എന്തെങ്കിലും മെന്റൽ ഹെൽത്തിന് സപ്പോർട്ട് എടുത്തായിരുന്നോ? ഡിഡ് യു ഡു സംതിങ് ടു ഗെറ്റ് ഓവർ? ഇല്ല, ഞാൻ കുറേ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് ആരെ വിളിക്കണം, എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. ഞാൻ നോക്കും കുറേ ആൾക്കാരൊക്കെ വീഡിയോസ് നോക്കിയാൽ, കാരണം എനിക്കിതേ പറ്റുള്ളൂ. ഇതിലും പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പം ബെറ്റർ ഇടുന്ന ആൾക്കാർ സക്സസ് ആയത് ഞാൻ കണ്ടു. കാരണം ദൈവം എനിക്ക് ഇത്രേ തന്നിട്ടുള്ളൂ. കുറേ ആൾക്കാർക്ക് ഭയങ്കര കുറവുള്ള ആൾക്കാർ ഭയങ്കര സക്സസ് ആയി. കാരണം ഞാനിത് ഈ പേരും പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. കാരണം നീ വാടാ എന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ആരും എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതത്തിൽ വരില്ല. ഞാൻ തന്നെ എനിക്ക് വേണ്ടി മെനക്കിട്ട് ഇറങ്ങി വർക്ക് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ കാര്യം റിയലൈസ് ചെയ്തു. അപ്പം ഞാൻ കുറേ ആൾക്കാർക്ക് നോക്കി. കുറേ കുറവുള്ള ആൾക്കാരുണ്ട്, അത് പറഞ്ഞ് വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല. സോ ഞാൻ തന്നെ എന്നെ മെൻ്റലി പുഷ് ചെയ്ത് നിനക്കിത് പറ്റും. ഞാൻ കണ്ണാടിയോട് സംസാരിക്കും, കണ്ണാടിയുടെ ഉമ്മ വെക്കും, ഞാൻ തന്നെ എനിക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ തന്നെ എന്നെ സൂപ്പർ ഹീറോ എന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത്. കാരണം എന്നെ തന്നെ ഞാൻ സൂപ്പർ ഹീറോ ആക്കി ഞാൻ തന്നെ വർക്ക് ഓൺ ചെയ്താൽ എൻ്റെ ലൈഫ് സക്സസ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ആരും വരില്ല, ഉറപ്പാണ്. നമ്മുടെ വന്ന് ആരും നീ കയറി വാടാന്ന് പറഞ്ഞാൽ ആരും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ തന്നെ പുറത്തിറങ്ങി ഈ ലോകം കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ മിസ്റ്റർ കേരള ഇതിനൊക്കെ ശേഷമാണല്ലോ ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു സ്റ്റേജ് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് വെച്ചിട്ടാണ് ഞാൻ മോഡലിംഗ് ഒക്കെ നോക്കിയത്. മിസ്റ്റർ കേരള ടൈമിൽ ഞാൻ മനസ്സിലാക്കി ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ കോവിഡ് ടൈമിൽ ഞാൻ ക്ലീൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് വിൻ ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞിട്ടില്ല. അന്നേരം ഞാൻ ആ സ്റ്റേജിൽ പോയി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഈ സംഭവം എനിക്ക് ഇങ്ങനെ. കാരണം എനിക്കിത് പറഞ്ഞിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോം വേണ്ട. കാരണം എനിക്ക് പ്രൂവ് ചെയ്തിട്ട് കിട്ടണം. ഞാൻ ആ സമയത്ത് വെയിറ്റ് ലോസ് ചെയ്തു. ഞാൻ 30 പേര് ആണുങ്ങളുണ്ടായിരുന്നു, അവരെ തോറ്റ് എനിക്ക്
ടൈറ്റിൽ കിട്ടി, അതിൽ മിസ്റ്റർ പേഴ്സണാലിറ്റി, മിസ്റ്റർ സബ് ടൈറ്റിൽസ് കിട്ടി. അപ്പം ഞാൻ ജീവിതം മാറുമെന്ന് വിചാരിച്ചു, മാറിയിട്ടൊന്നുമില്ല. സ്റ്റിൽ ഞാൻ പിന്നെ മെനക്കെട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് മിസ്റ്റർ ഇന്ത്യ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു രസകരമായ സംഭവം ഉണ്ടായല്ലോ ട്രോഫിയും കൊണ്ട് പോയപ്പോൾ. മിസ്റ്റർ കേരള ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതം മാറി സെറ്റ് എന്നൊക്കെ വിചാരിച്ചു. ഞാൻ റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോഴത്തേക്കിനും ട്രോഫി ആയിട്ടിരിക്കും, വലിയ ബാഗല്ലേ. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു വള്ളം കളിക്ക് കിട്ടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതെന്തോ ശരിയായിട്ടൊന്നും മനസ്സിലായി. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു, ട്രെയിൻ കയറി ഓട്ടോ വിളിച്ച് ക്വാർട്ടേഴ്സിൽ വന്നപ്പോഴത്തേനും മമ്മി ഉണ്ടായിരുന്നു. ചോറ് മീൻ കറി കഴിച്ചു കിടന്നുറങ്ങി കഴിയുമ്പോൾ സെക്കൻഡ് കിട്ടിയ ആളുടെ നാട്ടിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു. അപ്പം നമ്മളവിടെ ഫ്ലെക്സ് ഒന്നുമില്ല, ആരും വന്ന് ചോദിക്കുന്ന പോലുമില്ല. അപ്പോൾ ഞാൻ എന്നാൽ പത്രത്തിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ വണ്ടി എടുത്തിട്ടൊരു ഓഫീസിൽ പോയിട്ട് എൻ്റെ ഫോട്ടോ ഇത് ഞാൻ കോട്ടയത്തൊരു പയ്യന് മിസ്റ്റർ കേരള കിട്ടി, നിങ്ങൾ ന്യൂസ് ഇടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു മോനെ നീ മാറ്റർ അയക്കുന്നു പറയാം, മെയിൽ ഐ ഡി എന്ന് ഞാൻ പിന്നെ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് മാറ്റർ അയച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ പത്രം വരുത്തുന്നില്ല, അത്രയും പൈസ കളണ്ടല്ലോ, ടി വി ഉണ്ടല്ലോ. ഞാൻ പോയി വെളിയിൽ പോയി പത്രം മേടിച്ച് രാവിലെ നോക്കും, അപ്പം അമ്മയും നോക്കുമ്പോൾ ഞാൻ പത്രം വായിക്കുന്നിരുന്നു. അതിലൊന്നുമില്ല, ഞാൻ നോക്കി പറയുന്നത് ആരും ഇട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി, ബട്ട് ഓക്കെ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഈ പേജൻറ്റ് വിൻ ചെയ്തെന്നും പറഞ്ഞാൽ നമുക്ക് ആരും വീട്ടിൽ കൊണ്ട് തരും, എന്ത് വിൻ ചെയ്താലും നമുക്ക് ആരും കൊണ്ട് തരില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ വർക്ക് ഓൺ ചെയ്യണം. പിന്നെ സ്റ്റിൽ ഞാൻ അത് ആ ഫിസിക്കൽ അപ്പിയറൻസ് പിന്നെ കുറേ പഠിച്ചു എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പോർട്ട്ഫോളിയോ എടുക്കാൻ തുടങ്ങി, എൻ്റെ പ്രൊഫൈൽ എന്താണെന്ന് നോക്കി, എൻ്റെ എന്താണ് ബെസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി, അത് സെല്ല് ചെയ്തു. എനിക്കൊന്ന് അർജുൻ ഈ ലൈഫിൽ ഈ പോയിരിക്കുന്ന ഈ ഒരു ജേർണി ഉണ്ടല്ലോ, ആ ജേർണിയാണ് ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഹെൽപ്പ് ചെയ്തത്. ഒരു മെൻ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ റെസിലിയൻസ് ഒക്കെ നമുക്ക് വേണമല്ലോ ഇൻ ദ ബിഗ് ബോസ് ഹൗസ്. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു 100 ദിവസം അതിനകത്ത് തികയ്ക്കുക എന്ന് പറയുന്ന ഇറ്റ്സ് നോട്ട് ഈസി. അർജുൻ, ഡിഡ് ദിസ് ആഡ് അപ്പ് ടു ദോസ്? ഞാൻ അവിടെ പറയുന്നത് എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങളൊന്നും മാറ്ററായിട്ട് തോന്നിയിട്ടില്ല. ഈവൻ തറ കിടക്കുക അങ്ങനെ എനിക്കിത് മാറ്ററില്ല. കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന ലോക്കൽ ട്രെയിനിലാണ്, സ്റ്റേഷനിൽ കിടന്നുറങ്ങുക. ബട്ട് എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം ഇതിലും വലിയ ഫേസസോടെ ഞാൻ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. കാരണം അവിടെ വരുന്ന ഇഷ്യൂസൊക്കെ എനിക്ക് നോക്കുമ്പോൾ ചെറിയ ഇഷ്യൂസ്, വലിയ മാറ്ററായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. ഈ 3 മാസം ഞാനവിടെ എനിക്ക് എൻ്റർടൈൻ ചെയ്യുക, അല്ലെങ്കിൽ തമാശ എൻജോയ് ചെയ്യുക, ഡാൻസ് എൻജോയ് ചെയ്യുക, നമ്മളെ ഒരു എൻ്റർടൈൻ ആകുക, അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ആകുക, അതാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ അവിടെ വന്നിട്ട് ഞാൻ എൻജോയ് ചെയ്തു, കോളേജ് ക്യാമ്പസ് വൈബിൽ ഞാൻ എൻജോയ് ചെയ്തു. അല്ലാതെ എനിക്കവിടെ സ്ട്രെസ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് വിഷമം തോന്നി എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ പെട്ടെന്ന് ദിവസം പോകുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലി വീക്കാണ് അങ്ങനത്തെ കാര്യത്തിൽ. അത് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എനിക്കവിടെ സ്ട്രെസ്സോ അല്ലെങ്കിൽ എന്നെ ഇട്ടിങ്ങനെ ട്രിഗർ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒന്നും ട്രിഗർ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ഈ ഇന്റർവ്യൂസ് എല്ലാം ഞാൻ വായിച്ചപ്പോൾ, അർജുൻ്റെ എല്ലാം വായിച്ചപ്പോൾ അതിനകത്തെ കോളംസിൽ എഴുതുന്നത്, ജേർണലിസ്റ്റ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അർജുൻ വാസ് വൺ ഓഫ് ദ ഫ്യൂ കോntestants who was always calm and composed. സാധാരണ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചാണ് കേൾക്കുന്നത്, ലൈക്ക് there's lots of action happening. ഇവിടെ ഒരാൾ കാമും ശാന്തനായിട്ടാണ് ബിഗ് ബോസിന്റെ ഫസ്റ്റ് റണ്ണർ അപ്പ് ആവുന്നത്. സോ ഐ ഗെസ് അതൊരു all this led up to this. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ സാധനം എനിക്കൊരു സ്റ്റെപ്പായ പേഷ്യൻസ് ആണ്. എനിക്ക് പേഷ്യൻസ് ഇല്ലാതെ ഞാനിപ്പോൾ ഈ മാമിൻ്റെ മുമ്പിൽ ഇരിക്കില്ല. ആക്ച്വലി പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ. ഞാൻ കുറേ ഓഡീഷൻസിൽ കുറേ വെയിറ്റ് ചെയ്ത് റിപ്ലൈ കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ പേഷ്യൻസ് ഉണ്ട്. കാരണം എനിക്കത് വേണമെന്നുള്ളൊരു വാശിയും പേഷ്യൻസും ഉണ്ട്. ആ പേഷ്യൻസ്, ആ കാംനെസ്സും ഞാനിപ്പം ഒരു കോൾ ടൈം 6:30 പറഞ്ഞാൽ ആ 6:30 അവിടെ ഷാപ്പ് എത്തുന്നു. കാരണം ഞാൻ ആ സമയത്ത് എത്തിയില്ലെങ്കിൽ വേറെ ആൾ കയറി കിട്ടും. ഞാനെന്നല്ല, കുറേ ചെക്കന്മാർ കുറേ കോമ്പറ്റീഷൻ ഹൈ ആണ്. ഞാൻ നാൾ റീപ്ലേസ് ചെയ്ത വേറെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഇപ്പം അത് ഷൂട്ടിന് പോയാലും വർക്കിന് പോയാലും ടൈം പറഞ്ഞാൽ ടൈം തരും. എനിക്കത് ആ ഒരു എത്തിക്കേഷൻ ഞാൻ ഫോളോ ചെയ്യും എൻ്റെ ലൈഫിൽ. അത് തന്നെയാണ് ബിഗ് ബോസിനും ഫോളോ ചെയ്യുക. റൂൾസ് പറഞ്ഞാൽ റൂൾസ് ഫോളോ ചെയ്യുക. കാരണം എൻ്റെ ഒരു പേഴ്സണാലിറ്റിയാണ്, ഞാൻ ഇടപെടുന്ന രീതിയുണ്ട്. അത് തന്നെയാണ് അവിടെ പോർട്രേ ചെയ്തത്. കാരണം ഞാൻ അവിടെ ഒരു ഫേക്ക് ആയിട്ട് നിന്നില്ല, അവിടെ ഞാനൊരു വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് നിന്നിട്ട് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും ഞാൻ വേറെ ആളായിട്ട് ജനങ്ങൾ കണ്ട അതെനിക്ക് കിട്ടുന്നതല്ല. ബിഗ് ബോസ് ജയിക്കണമെങ്കിൽ എന്തായിരിക്കും വൺ കീ സ്ട്രാറ്റജി ആസ് പെർ അർജുൻ? നമ്മളായിട്ട് നിൽക്കുക, അതിൽ കിട്ടുന്ന എന്താണ് അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്, അതാണ് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള സംഭവം. കാരണം നമ്മൾ അതിനുവേണ്ടി ചേഞ്ച് ചെയ്തിട്ട് കിട്ടുമ്പോഴത്തേന് അത് ഫേക്കാണ് ആക്ച്വലി. അതിനുവേണ്ടി ചേഞ്ച് ചെയ്തിട്ട് പുറത്ത് വരുമ്പോഴത്തേന് ആൾക്കാർ ഇവൻ അങ്ങനെയല്ലോടാന്ന് ചോദിച്ച് തീർന്നില്ലേ. എനിക്ക് എന്താണുള്ളത് അത് വെച്ച് കിട്ടുന്നതാണ് എൻ്റെ സ്ട്രാറ്റജി. ഒന്നും വേണ്ട, നമ്മൾ കിട്ടുന്ന ടാസ്ക്കൊക്കെയാണ് നമ്മൾ ഒന്നിരുത്തി ചിന്തിക്കുക. നമ്മളിപ്പോൾ ഞാൻ പറയാം, ആ 100 ദിവസമല്ല, 7 വയസ്സിലെ ജേർണിയാണ്. ഞാൻ പഠിച്ച ഓരോ പാഠങ്ങളുണ്ട്, ഓരോ ആൾക്കാരുടെ അടുത്ത് പഠിച്ച പാഠങ്ങൾ. അത് ഇന്ന വയസ്സിൽ എൻ്റെ ചേച്ചിയുടെ പിള്ളേരുടെ അടുത്ത് ഞാൻ പഠിക്കുന്നുണ്ട്, വലിയ അപ്പന്മാരുടെ അടുത്ത് പഠിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ 100 ദിവസം നമുക്കത് അവിടെ നിന്നൊക്കെ യൂസ്ഫുൾ ആവും. അല്ലാതെ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ നമ്മളോട് കിട്ടുന്ന ടാസ്കുകളാണ് ഓരോ സിറ്റുവേഷൻ ഡിസിഷൻ മേക്കിംഗ്. ലൈഫിൽ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ക്രൂഷ്യലാണ്. റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. അത് ബിഗ് ബോസിൽ ഭയങ്കര കാര്യങ്ങളാണ്. സോ അത് എൻ്റെ ജേർണിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അത് ഞാൻ അത് അവിടെ അഡാപ്റ്റ് ചെയ്തു. അതുപോലെ ഈ ലിങ്കപ്സ് that you were linked up with a fellow contestant. അപ്പോൾ ആ ഒരു ലിങ്കപ്പ് ആൻഡ് ഒരു കോൺട്രവേഴ്സി സറൗണ്ടിങ് ദാറ്റ് അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എൻ്റെ ഓഡീഷനിൽ പറഞ്ഞു ഞാൻ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന പേഴ്സണാണ് ഞാൻ. കാരണം അറ്റാച്ച്ഡ് ആയ പിന്നെ എനിക്ക് ആ ഒരു ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം ആരും അറ്റാച്ച് ആകാൻ നോക്കും. എൻ്റെ റിയൽ ലൈഫിലാണെങ്കിലും ബിഗ് ബോസ് ഓഡീഷനിൽ പറഞ്ഞതാണ്. പക്ഷേ ബിഗ് ബോസിൽ വന്നു കഴിയുമ്പോൾ ഒരു സെർട്ടൺ ടൈം കഴിയുമ്പോൾ വി ഹാഡ് സെയിം കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്, ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലെ. ഇവഞ്ച്വലി എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം കൂടുതൽ ആളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ആയി. അപ്പോൾ പേഴ്സണാലിറ്റി സെയിം ആണ്. അപ്പോൾ ആ ഒരു 24 hours ആ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു മാറ്ററാണ്. അപ്പം നമ്മളെ കുറിച്ച് കുറ്റം അങ്ങനെ അപ്പുറത്ത് പോയി പറയണില്ല. അതൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ ആ 100 ദിവസത്തിൽ അതൊക്കെ വലിയ മാറ്ററാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും. 24 hours അവരെ കാണുന്നു, നമുക്ക് എൻജോയ് ചെയ്യാം, ഫൺ ചെയ്യാം, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതൊരു അത് ഇവഞ്ച്വലി വലിയൊരു ബോണ്ടാണ്. അത് ഇപ്പോഴും ടിൽ നൗ എനിക്ക് ആ ബോണ്ട് ഉണ്ട്. അത് ലൈഫ് ലോങ് കാണും ഉറപ്പായിട്ടും. അപ്പം ഈ ബിഗ് ബോസ് ഹൗസിലെ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് അകത്തും പുറത്തും നമ്മളിപ്പോൾ വ്യത്യാസമുണ്ടോ അർജുന? എനിക്കിപ്പം എന്നെപ്പറ്റി എനിക്കറിയില്ല. അവരുടെ തോട്ട്സ് എനിക്ക് 25-24 പേരും എനിക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. എനിക്ക് ലൈഫിൽ ഇതുവരെ എന്നെ പറ്റിച്ചവരാണ് എനിക്ക് ഇതൊരു ദേഷ്യം തോന്നിയിട്ടില്ല ഇതുവരെ. കാരണം അവരുടെ ആ സമയത്ത് അവരുടെ തോട്ടാണത്, അവരുടെ പെർസ്പെക്റ്റീവാണ്. അത് റെസ്പെക്റ്റ് ചെയ്യും ഞാൻ. അവർക്ക് ആ സമയത്ത് തോന്നിയില്ല, ആ സമയത്ത് എൻ്റെ ഭാഗത്ത് തെറ്റാണായിരിക്കും. മേ ബി അത് അക്സെപ്റ്റ് ചെയ്യും ഞാൻ. ഉറപ്പായിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യും. അല്ല എനിക്ക് ഇതുവരെ എനിക്ക് ആ ബിഗ് ബോസിൻ്റെ അകത്തുനിന്നല്ല എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നി എനിക്ക് ആരും എൻ്റെ ലൈഫില്ല. കാരണം ഓരോരുത്തരും എന്നെ ഓരോന്നും പഠിപ്പിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് ഇതുവരെ ആരോടും ദേഷ്യം തോന്നിയിട്ടില്ല. ഫുൾ ബിഗ് ബോസ് ഹൗസിൽ 3 മാസം 100 ദിവസത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷം വിച്ച് യു വിൽ ക്യാരി ഓൾ അലോങ്, അതെങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ ഭയങ്കര ലാൽ സാർ ഭക്തനാണ്. എനിക്ക് ഭയങ്കര ലാൽ സാർ ഭക്തനാണ് ആക്ച്വലി. എനിക്ക് ലാൽ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാം ഒന്നും പറയാം. ഞാൻ പുള്ളിക്കാരനെ കേട്ടാണ് എനിക്ക് ആക്ടിങ്. ഞാൻ ഓഡീഷനൊക്കെ പോകുമ്പോഴത്തേനും ലാൽ സാർ തന്മാത്രയാണെങ്കിലും പഴയ മൂവീസ് കിരീടം അതിൻ്റെയൊക്കെ വിഷ്വൽസ് എടുത്ത് നോക്കും. അതിങ്ങനെ കണ്ടിട്ടായിരിക്കും ഞാൻ കയറാൻ പോകുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ ഞാൻ കയറുമെന്ന് പറഞ്ഞ് കയറുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ട് എൻ്റെ ഉള്ളിൽ. ആ ഒരു പുള്ളിക്കാരനെ കാണുമ്പോൾ ഒരു ഓറ എനിക്കൊരു എനർജി കിട്ടും. അപ്പോൾ എനിക്ക് ബിഗ് ബോസിൽ അട്രാക്ട് ചെയ്ത വേറൊരു കാര്യം ലാൽ സാർ തന്നെയാണ്. അപ്പോൾ ലാൽ സാറോട് ഇൻട്രാക്ഷൻ അതിലൊരു ഫാൻ ബോയ് എന്ന് പറയുമ്പോഴത്തേന് ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പം ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. കുറേ തമാശ പറയുക, കുറച്ച് ചിരിക്കുക. അത് മാത്രമല്ല എനിക്ക് വിഷു എപ്പിസോഡിന് ലാൽ സാറ് വരുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഹൗസിനുള്ളിൽ വരും. അപ്പോൾ എനിക്ക് പനിയായിരുന്ന സമയത്ത്. അപ്പോൾ ലാൽ സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഇവിടെ ചിരിച്ചു പനി പറഞ്ഞാൽ ചോദിച്ചു. എൻ്റെ ദേഹത്ത് തൊട്ടിട്ട് ഇവിടെ പനി പറഞ്ഞാൽ ചോദിക്കുമ്പോഴത്തേന് ഞാൻ ലിറ്ററലി ഉരുകിപ്പോയി. ആ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതിപ്പം വിഷുവിനാണ് എൻ്റെ പെറ്റ് നെയിം അപ്പു എന്നാണ്. അപ്പോൾ എന്നെ ലാൽ സാർ ഹാപ്പി വിഷു അപ്പു എന്ന് വിളിച്ചു. പിന്നെ എൻ്റെ ഇൻട്രോയിൽ ലാൽ സാർ എന്നെ തിരിച്ച് വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഞാൻ ഹഗ് ചെയ്തോട്ട്. പിന്നെ ലാൽ സാർ എന്നോട് ചോദിച്ചു ഹഗ് ചെയ്തോട്ട്. മൊമെൻറ്റ് വിത്ത് ഹിം അതാണ് എനിക്ക് ബിഗ് ബോസില്ല എൻ്റെ ഈ 27 വർഷത്തിൻ്റെ ജേർണിയിൽ എനിക്ക് ലാൽ സാറായിട്ട് സ്പെൻഡ് ചെയ്ത കുറച്ച് ടൈമുണ്ട്. ആ ഒരു ഫാൻ ബോയ് അല്ലെങ്കിൽ ഡിവോട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും എനിക്ക് അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ അമ്മേനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഷീ ലുക്സ് എ ലോട്ട് ലൈക്ക് യു അല്ലേ? ടെൽ മീ അബൌട്ട് യുവർ സിസ്റ്റർ. നിങ്ങൾ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ആൻഡ് ഹൗ വാസ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ? മമ്മിയാണ് എനിക്ക് ചേച്ചി ഫ്രണ്ട് പോലെ. അവൾ ആക്ച്വലി അമ്മയെ പോലെയാണ്. അവൾ ഇത്തിരി സ്ട്രിക്റ്റ് ആണ് എൻ്റെ കാര്യത്തിൽ, ചില കാര്യത്തിലൊക്കെ. അവൾ പ്രൊട്ടക്റ്റീവ് ആണ്. അവൾ ആക്ച്വലി സ്പോർട്സ് പേഴ്സൺ ആണ്. ഞങ്ങൾ ഫാമിലി സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പോൾ അവൾ നിന്നെല്ലാം ഹോസ്റ്റലിലൊക്കെയാണ്. ആ സമയത്ത് ഞങ്ങൾ കുറേ മിസ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് വന്നപ്പോൾ തന്നെയാണെങ്കിലും അപ്പോൾ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയം ഡിഗ്രി സമയത്തൊക്കെ അവൾ ചെക്കന്മാർ വായി നോക്കും. അപ്പോൾ ഞാൻ ചോദിക്കും എന്താ ലേറ്റായേ, ആ ഒരു ടൈമിലൊക്കെ എത്തി. അപ്പം കുറച്ച് വഴക്കൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മുടെ അടുത്ത് പോകുമ്പോഴാണ് ആ വിഷമം മനസ്സിലാകും. ചേച്ചി അവളെ കെട്ടിച്ച് വിട്ടപ്പോഴത്തേനാണ് എനിക്ക് മനസ്സിലായത് അയ്യോ എനിക്ക് കൂടെ ഒരാൾ ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. ആ ഒരു ഏജ് വരെ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു. ആ ഒരാൾ പെട്ടെന്ന് എൻ്റെ ലൈഫിൽ നിന്ന് വേറെ ആൾ കല്യാണം കഴിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് കുറേ നാൾ എനിക്ക് പറ്റുന്നില്ല. ആ സമയത്ത് ചേച്ചി ഇല്ല, അവളില്ല, കോളില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ അവർക്ക് മക്കളായി. അപ്പം മനസ്സിലായി, ഞാനത് മനസ്സിലാക്കുന്നു. അവർക്ക് ഫാമിലിയായി, അവർക്കത് മനസ്സിലായി, മൂവ് ഓൺ ചെയ്യണമെന്ന് മനസ്സിലായി. അവർക്ക് അവരുടെ ലൈഫുണ്ട്. ബട്ട് സ്റ്റിൽ അവളെൻ്റെ ബെസ്റ്റ്. ഞങ്ങൾ ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് ആൾക്കാരാണ്. അവർക്ക് ബോഡി ബിൽഡിങ്, ജിമ്മ്, അപ്പം ടോക്സ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ടേസ്റ്റ് സെയിം ആയതുകൊണ്ട് ഭയങ്കര
ഞാൻ അർജുനോട് ഒരു കാര്യം ചോദിക്കട്ടെ. അർജുൻ ഇപ്പോൾ ഞാൻ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഫാൻ ഫോളോയിങ് ഉണ്ടെന്ന് എനിക്കറിയാം. ആൻഡ് എ ലോട്ട് ഓഫ് ഗേൾസ് വുഡ് ലൈക്ക് ടു നോ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദെം വാട്ട് ഈസ് യുവർ ഐഡിയ അബൌട്ട് ലവ് ആൻഡ് ഒരു പാർട്ട്ണറിൽ ഏറ്റവും അപ്പർമോസ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? വാട്ട് ഈസ് ദാറ്റ് യു ലുക്ക് ഫോർ? മെയിൻ തിങ് റെസ്പെക്റ്റ് ആയിരിക്കും. എനിക്ക് റെസ്പെക്റ്റ് ആൻഡ് പീസ്. ഐ ഡിമാൻഡ് പീസ്. ലൈക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് എനിക്കങ്ങനെ മെയിൽ ഈഗോ ആ സംഭവമൊന്നുമില്ല. ലൈക്ക് ഐ വിൽ ബി ലൈക്ക് വെരി നോർമൽ കാര്യമാണ്. അപ്പം അങ്ങോട്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ അതില്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽസ് തന്നെ പോയി. സോ റെസ്പെക്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം താൻ ഒരു ഓട്ടോമാറ്റിക്കലി വരുന്നു. അപ്പം ആ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ എവറിത്തിങ് ഇസ് ഫൈൻ. അതുപോലെ ഈ ടോക്സിക് മാസ്കുലിനിറ്റി, ലൈക്ക് യു ഹാവ് ബീൻ മിസ്റ്റർ കേരള, ഒരു മാസ്കുലിൻ ഇമേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ടോക്സിസിറ്റി എപ്പോഴാണ് വരുന്നത്? വാട്ട് ഡു യു തിങ്ക് ഇസ് എ ടോക്സിക് മാസ്കുലിനിറ്റി? റിലേഷൻഷിപ്പിലോ അതർവൈസ് ഓൾസോ ആസ് എ പേഴ്സൺ? ഞാൻ അങ്ങനെ അല്ലാത്തത് എനിക്ക് അറിയില്ല സംഭവം. ഞാനെന്ന് വിചാരിച്ചാൽ ലൈക്ക് ഹ്യൂമനെ റെസ്പെക്ട് ചെയ്യും. അത് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഏതൊരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ റെസ്പെക്ട് ചെയ്യും. അതിൽ എന്നോട് എങ്ങനെയാണ് അതുപോലെ തന്നെ റിയാക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിൽ ക്ലാസിഫിക്കേഷൻ ഇല്ല. ഞാൻ റെസ്പെക്ട് ചെയ്യും, എല്ലാവരും റെസ്പെക്ട് ചെയ്യും. ഈവൻ ഹ്യൂമൻസ്. ഞാൻ മെറ്റീരിയൽസിന് വരെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് എൻ്റെ റൂമിൽ കുറേ തിങ്സ് ആണ്. പണ്ടത്തെ ATM കാർഡ് അങ്ങനത്തെ കുറേയൊക്കെ കളക്ട് ചെയ്യും ഞാൻ. ഞാൻ എല്ലാത്തിനും റെസ്പെക്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം ലൈക്ക് ഞാൻ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫസ്റ്റ് തിങ് എനിക്ക് ഞാൻ മാറിക്കൊടുത്ത് അവർക്ക് പ്രയോറിറ്റി കൊടുക്കും. അപ്പം അതിൽ ടോക്സിക് മസ്കുലിനായിട്ട് എനിക്ക് അറിയില്ല. സ്പേസ് ഇല്ല എൻ്റെ ലൈഫിൽ. അതിനൊന്നും സ്പേസ് ഇല്ല ആക്ച്വലി. ഞാനത് എൻ്റെ ഇമ്പോർട്ടൻസ് എൻ്റെ കൂടെയുള്ളവരാണ് അവരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ അവരെ പ്രയോറിറ്റി ചെയ്യും. എനിക്കുള്ളത് എനിക്ക് തന്നെ അറിയാം. എനിക്ക് എന്താ വേണ്ടത് എനിക്കറിയാം. പക്ഷെ കൂടെയുള്ള ആളെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുപോലെ ഗോൾസ് സെറ്റ് ചെയ്യുക, ഇസ് ദാറ്റ് എ ബിഗ് പാർട്ട് ഓഫ് യുവർ ലൈഫ്? ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഗോൾ സെറ്റ് ചെയ്ത് പോകുന്നൊരു മനുഷ്യനാണ്. എനിക്കൊരു മിഷൻ ഉണ്ട്. ആ ഒരു മിഷൻ കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഫേസിലേക്ക് പോകത്തുള്ളൂ. കാരണം ബിഗ് ബോസ് ആണ് എൻ്റെ ഒരു കുറേ വർഷത്തെ ഗോളാണ്, ഫേസ് ആയിരുന്നത്. ഫസ്റ്റ് എനിക്ക് ലൈക്ക് മോഡലാവുക. അതിന് മുമ്പ് എനിക്ക് എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ, പിന്നെ മോഡലിൽ തന്നെ കൊമേഴ്ഷ്യൽ മോഡലാവുക, അല്ലെങ്കിൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് കയറുക. അതെൻ്റെ സെർട്ടൻ ഏജിൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ജോലിക്ക് കയറി, അത് HR ആയിട്ട് ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്തു. ആ ഒരു ഗോൾ വെച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഒരു ടാസ്ക് വെച്ച് ജീവിക്കുന്ന ഒരു പേഴ്സൺ. അതിനുവേണ്ടി വർക്ക് ഓൺ ചെയ്യുക. അപ്പോഴാണ് എനിക്ക് ആ ഒരു റഷ് വരും. എനിക്ക് വീട്ടിൽ ചുമ്മാരിക്കാൻ പറ്റില്ല. നമുക്ക് ആ പടം കിട്ടുന്ന വി ഓൺലി ലീവ് വൺസ്. ഈ കിട്ടുന്ന ഈ വർഷം എനിക്ക് ഈ രൂപത്തിൽ എൻ്റെ അപ്പനമ്മേൻ്റെ മകനെ ഞാൻ ജനിച്ചു. ഈ ഒരു സമയം ഇനി കിട്ടില്ല. അടുത്ത ജന്മം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു ജന്മത്തിൽ ഞാൻ ഇങ്ങനെ ആയി. അപ്പോൾ ഈ ഒരു ജന്മം ഓരോ ടൈമും എനിക്ക് വാല്യുബിളാണ്. ആ ടൈമിൽ എനിക്ക് കിട്ടുന്ന ടൈമിൽ എനിക്ക് വർക്ക് ഓൺ ചെയ്യുക. എനിക്ക് ബെസ്റ്റ് ഉണ്ടാവുക. എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സിൽ ഞാനായിരിക്കണം ദ ബെസ്റ്റ്. അടുത്ത പ്രോജക്റ്റ് എന്താണ്? അടുത്ത ഞാൻ ബിഗ് ബോസ് കഴിയുമ്പോൾ എപ്പോഴും ചിന്തിക്കുമായിരുന്നു വാട്ട്സ് നെക്സ്റ്റ്. എനിക്ക് ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവുക. പിന്നെ ഞാൻ കുറേ കാര്യം പഠിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ടു ബിക്കം ആക്ടർ, തിയേറ്റർ ആക്ടർ ആവുക, അല്ലെങ്കിൽ തിയേറ്ററെ കുറിച്ച് പഠിക്കുക. ആർട്ടിസ്റ്റ് എന്താണ്, ആക്ടർ എന്താണ്, അതിനെപ്പറ്റി പഠിക്കുക. അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ലൊരു പെർഫോമർ ആവാം. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്ക് അതിനെപ്പറ്റി കുറേ എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ആ ഒരു ഫെയിം കിട്ടി. എനിക്ക് ഇതെന്താന്ന് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായി. ഞാൻ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ടിങ് തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ടിപ്പിക്കൽ ആക്ടറല്ല. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. അതിൻ്റെ ബിഹൈൻഡ് വർക്ക്സ് പഠിക്കുക. കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് അതാണ് എനിക്ക് ആഗ്രഹം. Alright, on that note we'll play a small game. Okay, these are my friend Vanessa's cards. ഇതിന് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആൻഡ് ജസ്റ്റ് റീഡ് ഔട്ട് ദ കാർഡ് ആൻഡ് അതിൽ നിന്ന് വരുന്ന കാര്യം പറയാം. Ask your mom. Ask your mom. എല്ലാ കാര്യങ്ങളും മോമിനോട് ചോദിക്കാറുണ്ടോ? വാവ്, വാട്ട് എ കാർഡ്. കറക്റ്റ് കാര്യമായിട്ടോ. അത് ആക്ച്വലി മമ്മിയോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. ചെയ്യുന്നത് ഞാൻ പറയും. ഞാനൊരു ദിവസം മമ്മിയോട് പറയാതെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. എനിക്ക് ബൈക്ക് മേടിച്ച സമയത്ത് ഞാൻ ഇലയുടെ പൂഞ്ചിറ പോയി. കടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇലയുടെ പൂഞ്ചിറ പോയിട്ട് പറയാതെ കൊണ്ട് ഞാൻ വീണു. അവിടെ ഞാൻ വീണു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി മമ്മിയോട് പറയാതെ എന്തെങ്കിലും ചെയ്ത് എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് മമ്മിയോട് പറയാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ വളർത്തി ഇതുവരെ ആക്കി ഞാൻ ഈ സ്റ്റേജിൽ എത്താൻ കാരണം ആ ഒരു സ്ത്രീയാണ്. അവരില്ലെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ജന്മമില്ല. അമ്മയുടെ പേരെന്താ? അമ്മയുടെ ഒരു ശ്യാമള. എൻ്റെ പേര് അർജുൻ ശ്യാം ഗോപൻ എന്നാണ്. ശ്യാം വന്നത് ശ്യാമളയുടെ കട്ട് ചെയ്ത് ശ്യാം ഇട്ടേക്കുന്നതാണ്. അവരെ ഇട്ടേക്കണാണ്. മമ്മിയാണ് എൻ്റെ എല്ലാം. മമ്മി കറക്റ്റ് കാർഡ് കിട്ടിയിട്ട് മമ്മിയോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യണത്. മമ്മിയോട് പറയും മമ്മി ഇതാണ് എൻ്റെ പ്ലാൻ. ഞാൻ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, എനിക്കുള്ള വിഷമം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അവരോട് പറഞ്ഞത് അവരെ വിഷമിക്കും എനിക്ക് താല്പര്യമില്ല. അല്ലാതെ എൻ്റെ ഡിസിഷൻസ് ആണെങ്കിലും ഞാൻ ഇത് സാധനം മേടിക്കാൻ പോവാണെങ്കിലും
ഞാനത് മമ്മിയോട് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ മമ്മിയോട് പറയും, മമ്മി ഞാൻ ചെയ്യാൻ പോവാ, ഇല്ല ഞാൻ ഇവിടെ പോവാ എന്ന് പറയും. Boom ആണല്ലോ ബിഗ് ബോസ്. ഇറ്റ്സ് an explosion അല്ലേ? This has been like ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. ഷുവർ. ഞാൻ മാനിഫെസ്റ്റ്, ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്പിരിച്വലാണ്. എന്തൊക്കെ റിലീജിയൻ ഒന്നും, ഞാൻ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും, എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ഓരോ സ്ഥലത്ത് പ്രത്യേക ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ഇപ്പം പള്ളിയിൽ പോയി കുറേ ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു വേറൊരു അറ്റ്മോസ്ഫിയർ, വേറൊരു പീസ് കിട്ടും. അമ്പലത്തിൽ പോകണമെങ്കിൽ വേറൊരു പീസ് കിട്ടും. സോ വെരി സ്പിരിച്വൽ. മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ലാൽ സാറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ മുറിയിൽ. അത് ഞാനൊരു 3 year ബാക്ക് ഒട്ടിച്ചാണ്. അതവിടുത്തെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ പുള്ളിക്കാരനെ കണ്ടിട്ട് എണീക്കുന്നത്. ഇവരുടെ ലാൽ സാർ, ഇവിടുത്തെ മുഹമ്മദ് അലി. സോ അവരാണ് എൻ്റെ ഐഡൽസ് ആക്ച്വലി. സോ അവരെ മേളിൽ ബുദ്ധനുണ്ട്. അപ്പം അവരെ ലാൽ സാറിനെ കണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 ടൈമുണ്ട്. ആ ടൈമിൽ എനിക്ക് ഇവഞ്ച്വലി ഇത് നടക്കുന്നുണ്ട്. ഇവഞ്ച്വലി ഞാൻ ആ ടൈമിൽ നമ്മൾ കണ്ണടച്ചിട്ട് ആ സംഭവം ഇൻറ്റൻഷനലി കാണാൻ വേണ്ടി ചെയ്യല്ലേ, അതൊരു ഇവഞ്ച്വലി അത് നമ്മൾ നോക്കുമ്പോൾ ടൈം കാണുവാണെങ്കിൽ കണ്ണടച്ചിട്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം അത് ആലോചിച്ചാൽ മാത്രം പോരാ, അതിന് വർക്ക് ഓൺ ചെയ്യണം, ഫിസിക്കലി നമ്മളത് പുഷ് ചെയ്യണം. പക്ഷെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉള്ള കാര്യമാണ്. എനിക്കത് പേഴ്സണലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടും. The red one. Let's see what comes. എന്താണ്? I like the way you hide the cards. It's not about that actually. It's not about that actually. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടോ where you felt that people saw you as okay, ഇതാണ് കാര്യം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ it's not about that actually. Of course, ഇത് നല്ലൊരു കാര്യമാണ് ആക്ച്വലി. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ കാണുമ്പോഴത്തേനും ആൾക്കാർ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ കാണുമ്പോൾ, എൻ്റെ വീഡിയോ കാണുമ്പോഴല്ലേ, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി കാണുമ്പോഴത്തേനും അവൻ ഭയങ്കര ജാട, അല്ലെങ്കിൽ അവൻ ഭയങ്കര എന്തോ വലിയൊരാൾ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ഭയങ്കര ഒരു ആളെന്ന് വിചാരിക്കും. എന്നെ കാണുമ്പോഴത്തേനും ഒരു എന്താ പറയുക, ഫോട്ടോസ് കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ഗായ്, അല്ലെങ്കിൽ ഒരു ആ ഒരു ചോക്ലേറ്റ്, ആ ഒരു എന്തൊക്കെയോ ഒരു തോട്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും അല്ല എന്നെ സംസാരിച്ച് കഴിയുമ്പോൾ പറയും ഞാനൊരു ബോയ് നെക്സ്റ്റ് ഡോർ, ആ ഒരു സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പയ്യൻ സംസാരിക്കുന്ന രീതിയാണെങ്കിലും അതെന്നോട് പറഞ്ഞു. കാണുമ്പോൾ ഉള്ളതല്ല, സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് സംസാരിച്ച് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് അവർ അയ്യോ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത്. സോ ഇത് കറക്റ്റാണ്. So 3 cards, and I guess it's time to wrap up, but it was lovely talking to you, Arjun. I wish you all the very best. Thank you so much. എല്ലാ പ്ലാൻസും ഡ്രീംസും എല്ലാം നടക്കട്ടെ. Okay, and I just hope the best for you. Your journey is truly inspiring, and എനിക്ക് തോന്നുന്നു അർജുന് ഒന്നും ഒരു ബാരിയർ ആയിരിക്കില്ല, ഒരു ചാലഞ്ച് ആയിരിക്കും. You overcome every challenge in your life, and please give my regards to your mom and your sister. Sure. Lovely talking to you. Wish you all the very best. Thank you so much, ma'am. Thank you.